നമ്മുടെ മൂൺ ലാൻഡിംഗ് വീഡിയോയിൽ ആസ്ട്രോനോട്ട്സ് ചാടി ചാടി പോകുന്ന കുറച്ച് സീൻസ് ഉണ്ട്. ബണ്ണി ഹോപ്പിംഗ് എന്നാണ് ഇതിനെ പറയുന്നത്. ഫോർ ദ ലോങ്ങസ്റ്റ് ടൈം ഐ നെവർ റിയലി അണ്ടർസ്റ്റുഡ് ദ കോൺസെപ്റ്റ് ഓഫ് ബണ്ണി ഹോപ്പിംഗ്. ഭൂമിയിൽ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഗ്രാവിറ്റി ഉണ്ട്, സോ നമ്മൾ ഇവിടെ നിൽക്കുന്നു. സ്പേസിൽ ഗ്രാവിറ്റി ഇല്ല, സോ നമ്മൾ ഫ്ലോട്ട് ചെയ്യുന്നു. ഈ രണ്ടും ഓക്കെയാണ്. പക്ഷേ ഇതിന് ഇൻ ബിറ്റ്വീനുള്ള ചെറുതും വലുതുമായ ഗ്രാവിറ്റി ഉള്ള സ്ഥലങ്ങളിൽ മനുഷ്യൻ ഉൾപ്പെടെയുള്ളവയുടെ നടത്തം, ഓട്ടം, ചാട്ടം ഇതൊക്കെ സ്ലോ മോഷനിലാവുന്നതും ഫാസ്റ്റിലാകുന്നതും വിഷ്വലൈസ് ചെയ്യാൻ എനിക്ക് പാടായിരുന്നു. ഇഫ് യു ആർ സമൺ ലൈക്ക് ദാറ്റ്, ദിസ് റീൽ ഇസ് ഫോർ യു. ആദ്യം 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഗ്രാവിറ്റിയുള്ള നമ്മുടെ ഭൂമിയിൽ നിന്ന് 1 കിലോഗ്രാം വെയിറ്റ് ഉള്ള ബോളിനെ മുകളിലോട്ട് എറിയുകയാണ്. ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ബോൾ മുകളിലോട്ട് പോകുന്നത് കൊണ്ട് ആ സ്പോട്ടിൽ തന്നെ ഈ ബോളിൻ്റെ സ്പീഡ് കുറയ്ക്കാനായിട്ട് ഗ്രാവിറ്റി തുടങ്ങും. കുറച്ച് ഈ ഒരു സിനാരിയോയിൽ 5 മീറ്റർ പൊക്കമാവുമ്പോൾ ബോളിനെ സീറോ വെലോസിറ്റിയിലാക്കാൻ ഭൂമിയുടെ ഗ്രാവിറ്റിക്ക് പറ്റും. സീറോ വെലോസിറ്റി എത്തിയ ബോൾ താഴെ വീഴാനും തുടങ്ങും. ഏതാണ്ട് 1 സെക്കൻഡിലാണ് ബോൾ 5 മീറ്റർ പൊക്കത്തിൽ എത്തുന്നതും പിന്നും ഒരു സെക്കൻഡിലാണ് തിരിച്ചു വരുന്നതും. ഈസി. ഇതേ 1 കിലോഗ്രാം ഭാരമുള്ള ബോളിനെ മൂണിൽ കൊണ്ടുപോവാണ്. അവിടെ ഗ്രാവിറ്റി 1.63 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്, ഭൂമിയെക്കാളും വളരെ കുറവ്. അപ്പോൾ അവിടെ വെച്ച് ബോൾ എറിഞ്ഞാൽ ഗ്രാവിറ്റി വീക്കായതുകൊണ്ട് ഭൂമിയിൽ 5 മീറ്റർ പൊക്കത്തിൽ പോയ അതേ ബോൾ 30 മീറ്റർ പൊക്കത്തിൽ പോകും. കാരണം അത്രയും പൊക്കത്തിൽ എത്തിയാലേ മൂണിൻ്റെ വീക്കായ ഗ്രാവിറ്റിക്ക് ബോളിനെ സീറോ വെലോസിറ്റിയിൽ എത്തിക്കാനായി പറ്റുള്ളൂ. അതിനേതാണ്ട് 6.1 സെക്കൻഡ് എടുക്കും. അത്രയും സമയമെടുത്ത് 30 മീറ്റർ പൊക്കത്തിൽ എത്തിയിട്ടായിരിക്കും ഈ ബോൾ താഴെ വീഴുന്നത്. അതിനും 6.1 സെക്കൻഡ്സ് എടുക്കും. അങ്ങനെ ഭൂമിയിൽ 2 സെക്കൻഡിൽ പോയി വന്ന ബോൾ 12 സെക്കൻഡ് എടുക്കും മൂണിലാണെങ്കിൽ താഴെ തിരിച്ചെത്താൻ. ഇനി ഇതേ ബോൾ ജൂപ്പിറ്ററിൽ കൊണ്ടുപോയി. അവിടെ ഗ്രാവിറ്റി 24.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്, ഭൂമിയേക്കാളും വളരെ കൂടുതൽ. അപ്പോൾ അവിടുന്ന് ബോൾ എറിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സീറോ വെലോസിറ്റിയിൽ ബോളിനെ എത്തിക്കാൻ ജൂപ്പിറ്ററിൻ്റെ ഗ്രാവിറ്റിക്ക് പറ്റും. ആ കേസിൽ ബോൾ വെറും 0.4 സെക്കൻഡിൽ 2 മീറ്റർ പൊക്കത്തിലാവുമ്പോൾ തന്നെ സീറോ വെലോസിറ്റിയിലായി താഴോട്ട് വീഴും. അങ്ങനെ മൊത്തം 0.8 സെക്കൻഡിൽ ബോൾ തിരിച്ചു വീഴും. ഇത് തന്നെയാണ് ഹ്യൂമൻസിലും മൃഗങ്ങളിലും ഒക്കെ നടക്കുക. വസ്തുക്കളുടെ മാസ് അനുസരിച്ച് ഒരു സ്ഥലത്തിൻ്റെ ഗ്രാവിറ്റി അനുസരിച്ച് സീറോ വെലോസിറ്റി ആകുന്നത് വരെ പൊങ്ങും, എന്നിട്ട് താഴെ വീഴും.